അത് നമ്മുടെ റൂമിന്റെ മേലെ അതൊക്കെ കാണുന്നു. നോക്ക് നോക്ക് എന്ത് പോക്കാ നോക്ക്. ഇതൊക്കെ നമ്മുടെ റൂമിന്റെ മേലെ ഖത്തറടിക്കുന്നുണ്ട്, തിരിച്ചടിക്കുന്നുണ്ട്, പൊട്ടിക്കണോക്ക് തിരിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട് അവരുടെ സാധനങ്ങള്. ആശങ്കയുടെ മുൾമുനയിൽ നിന്ന കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഖത്തർ സാധാരണ നിലയിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് പ്രവാസി മലയാളികൾ അടക്കമുള്ളവർ. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട മിസൈലുകളും അവയെ വീഴ്ത്താനായി തൊടുത്ത മിസൈൽ വേദ സംവിധാനങ്ങളുമായിട്ട് ഭയം വിതച്ച ഒരു ആകാശമാണ് കടന്നുപോയത്. ദോഹയിൽ നിന്ന് ഇടിമുഴക്കം പോലെ പലയിടങ്ങളിൽ നിന്ന് ശബ്ദവും ഉയർന്നിരുന്നു. മിനിറ്റുകൾക്കകം ഇവയെ തടയുന്നതിനായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ആകാശം തീഗോളങ്ങളാൽ നിറഞ്ഞു. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഓരോരുത്തരും കാണുകയും ചെയ്തു. വൈകിട്ട് 6:45 ഖത്തറിന്റെ വ്യോമപാത അടച്ചുകൊണ്ടുള്ള അറിയിപ്പെത്തുന്നത്. 6:30 ദുബായിലേക്കുള്ള ഫ്ലൈ ദുബായ് വിമാനം അവസാനമായി പറന്നുയരുന്നു. ലോകത്തിന്റെ പല ദിക്കിൽ നിന്നും വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പുറപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ ചിലത് തിരിച്ചുപോയി. അൽ-ഉദൈദിലെ അമേരിക്കൻ വ്യോമതാവളം ലക്ഷ്യം വെച്ച് 19 ഇറാൻ മിസൈലുകളാണ് ആകെ വന്നത്. ആദ്യഘട്ടത്തിൽ 7 ഖത്തർ വിജയകരമായിട്ട് പ്രതിരോധിച്ചു. രണ്ടാം ഘട്ടത്തിൽ വന്ന 12-ൽ 11 പ്രതിരോധിക്കാനായി. ഒന്ന് അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ വീണെങ്കിലും പരിക്കുകളൊന്നും സംഭവിച്ചില്ല. എല്ലാം വിജയകരമായി പ്രതിരോധിച്ചുകൊണ്ട് രാജ്യം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി. സംഭവത്തിൽ ആളപായമൊന്നുമില്ല എന്ന് ഖത്തർ അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. പൗരന്മാരും താമസക്കാരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ഖത്തർ സുരക്ഷിതമാണ്. സുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ കാര്യങ്ങളും നടപടികളും സ്വീകരിച്ചിരുന്നു. സുരക്ഷാ ഭീഷണി ഇല്ലെന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.